ഹായ്, ഗുഡ് മോർണിംഗ്. ജാം ടോക്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ രണ്ടാമത്തെ എപ്പിസോഡ് ബാംഗ്ലൂർ ഡേയ്സിൻ്റെ. ഞങ്ങൾ രാവിലെ എണീച്ചു, ചെറിയ രീതിയിൽ കോഫിയൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞ് നമ്മുടെ ഫിന്നി കുളിക്കുകയാണ്. ഞാനടുത്ത് കുളിച്ച് റെഡി ആവണം. എന്നിട്ട് ഞങ്ങൾക്ക് പുറത്തിറങ്ങാണ്ട് അവൻ്റെ ഫ്ലാറ്റിൽ അവൻ്റെ കുറച്ച് തിങ്സ് അത് ഒന്ന് നാട്ടിലേക്ക് പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രക്കൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ പോയിട്ട് ചെയ്യണം. പിന്നെ അതിൻ്റെ കീ വാങ്ങിക്കാൻ പോകണം. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇന്നത്തെ ദിവസം സൺഡേ ആണ്. ബാക്കിയുള്ള ഞങ്ങളുടേതായിട്ടുള്ള പ്രോഗ്രാംസ് ഒന്നും ഇല്ല. ഇന്ന് ഈ പാക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്ക് കാഴ്ചകളിലേക്ക് പോവാം. ഇത് ഇന്ദിരാനഗർ പോകുന്ന റൂട്ടിൽ ഉള്ള റമദ ഓൺകോറിലാണ് ഞങ്ങൾ ഇന്നലെ സ്റ്റേ ചെയ്തത്. അതിൻ്റെ ഞങ്ങളെ റൂമിൽ നിന്നുള്ള പുറത്തേക്കുള്ള വ്യൂ. ഇവിടെ നല്ല തണുപ്പാണ്, നല്ല തണുപ്പുണ്ട്. ക്ലൈമറ്റ് നല്ല തണുപ്പാണ്. ഞങ്ങൾ ഇന്നലെ ശരിക്കും പറയുകയാണെങ്കിൽ AC ഓഫ് ചെയ്തിട്ടാണ് കിടന്നത്. അത്ര നല്ല തണുപ്പായിരുന്നു. ഞങ്ങൾ ഇന്നലെ വന്നപ്പോൾ അങ്ങനെ വലിച്ചു വാരി ഇട്ടതാണ് സാധനങ്ങളൊക്കെ. ബാഗ് ഞങ്ങൾ കോഫി ഉണ്ടാക്കി കഴിച്ചു കേട്ടോ. ഫുൾ ഐറ്റംസ് അങ്ങനെ ഇട്ടേക്കാം. കുടിച്ചൊക്കെ ഇതിനകത്ത് ഉണ്ട് കേട്ടോ. ഞങ്ങൾ ഉണ്ടല്ലേ ഒരു മാസ്കിൻ്റെ ഒരു പാക്കറ്റ് വാങ്ങിച്ച് പോന്നിക്കാം. മാസ്കിൻ്റെ ഒരു പാക്കറ്റ്, കാരണം മാസ്ക് മുഖ്യം. ബാക്കി അപ്പോൾ ഇനി ഞങ്ങൾ പുറത്തിറങ്ങിയിട്ട് ശേഷം കഴിച്ചു തരും. ഓക്കെ എടാ തുറന്നോ, എനിക്ക് ആ സോപ്പ് വേണം. ഞങ്ങൾ കുളിച്ച് റെഡിയായി ഞങ്ങൾ ഇറങ്ങാൻ നിൽക്കുകയാണ്. പിന്നെ റെഡി ആയിട്ടുണ്ട്. 22 ഡിഗ്രി തണുപ്പുണ്ട് പുറത്ത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ജാക്കറ്റിൽ വേണം, മസ്റ്റാണ്. എന്നാ പോലെ ഇന്നലെ സ്റ്റേ ചെയ്ത ഹോട്ടലിട്ടാവും. ഹോട്ടൽ റമദ ഓൺകോർ. കണിയുടെ നല്ല ഹോട്ടലാട്ടോ. ഈ കോവിഡ് ആയതുകൊണ്ട് റേറ്റും കമ്മിയാണ്. നല്ല റേറ്റൊന്നുമില്ല. അത് 4 സ്റ്റാർ ഹോട്ടലാണ്. കോവിഡ് ആയതുകൊണ്ട് നമുക്ക് ഏകദേശം ഒരു ഓയോ റേറ്റൊക്കെ വന്നിട്ടുള്ളൂ. നല്ല ചീപ്പായിട്ട് റൂം അവൈലബിൾ ആണ് ഇപ്പോൾ. ഓക്കെ, അപ്പോൾ നമുക്ക് കാറിലേക്ക് പോവാം. മാസ്ക് മുഖ്യം ബിഗിലേ. പോവാം. സീറ്റ് ബെൽറ്റ് ഇട്ടോ. ബാംഗ്ലൂരിന്റെ ഇപ്പോഴത്തെ അവസ്ഥ സൺഡേ, അതായത് പഴയ ബാംഗ്ലൂർ ആണെങ്കിൽ ഈ സൺഡേ ഒക്കെ റോഡിലൊക്കെ നല്ല തിരക്കാവും. ഇപ്പം കോവിഡ് ആയിട്ട് കുറച്ച് കുറവാണെന്നേ ഉള്ളൂ. കാര്യമായിട്ട് കുറവൊന്നും ഇല്ല കേട്ടോ. കാര്യമായിട്ടുള്ള കുറവൊന്നും. നമ്മൾ ഇന്നലെ വരുമ്പോ അധികം ട്രാഫിക് ഒന്നും പെട്ടില്ലല്ലോ. അതെ, ശനിയാഴ്ച അതെ, സാറ്റർഡേ വീക്കെൻഡ് വരുന്ന ആ സമയത്ത് പോലും ട്രാഫിക് കുറവായിരുന്നു. അത് ഒരു കോവിഡിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ്. ആ പഴയ ബാംഗ്ലൂരിൻ്റെ പ്രൗഢിയിലേക്ക് എത്തിയിട്ടില്ല. കോവിഡ് കഴിഞ്ഞതിന് ശേഷം വരും.
പോകുന്ന വഴി ഇന്ദിരാനഗറിലുള്ള റോയൽ എൻഫീൽഡ് കണ്ടപ്പോൾ ഫിന്നെ അതിനകത്തേക്ക് കയറിപ്പോയി. അപ്പോൾ ഞാനൊന്ന് കയറി നോക്കട്ടെ. ഇവിടെ ഇവൻ്റെ ബൈക്ക് ഇവിടെ നിന്നാണ് ഡെലിവറി എടുത്തിട്ടുള്ളത്. അതിൻ്റെ ഇൻഷുറൻസിൻ്റെ പേപ്പർ ഇവർ പരിവാഹനിൽ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ അവൻ ഇങ്ങനെ പറഞ്ഞിരുന്നു ഫിന്നി. അപ്പോൾ അത് ചിലപ്പോൾ ഒന്ന് അന്വേഷിക്കാൻ വേണ്ടി കയറിയതാണ് അവൻ ഇവിടെ. എന്തായാലും അതിൻ്റെ കാര്യങ്ങൾ അവൻ ചോദിക്കുന്നുണ്ട്. നമുക്ക് അവൻ്റെ ബൈക്കൊന്ന് കാണാം. അവൻ്റെ ബൈക്ക് മീൻസ് അവന് ഇങ്ങനത്തെ ബൈക്ക്, അതായത് ഈ കാണുന്ന മോഡൽ ബൈക്കാണ് അവൻ എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഞങ്ങളിവിടെ മെയിൻ വന്നിട്ടുള്ളത്. അത് ഞങ്ങൾ ഇപ്പോൾ അവന് എടുത്തിട്ടുള്ളത് കർണാടക രജിസ്ട്രേഷനിലാണ്. അത് കേരള രജിസ്ട്രേഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ അതാണ് ഞങ്ങൾ ഇവിടുത്തെ ഒരു ഡ്യൂട്ടി. അത് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ NOC കാര്യങ്ങളും ബാങ്കിൽ നിന്ന് അവൻ്റെ ഞങ്ങളുടെ ഫ്രണ്ട് ധീരജിൻ്റെ അഡ്രസ്സിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അത് വാങ്ങിക്കാനാണ് ഇപ്പോൾ ഞങ്ങൾ പോകുന്നത്. അത് കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. എന്നിട്ട് അവൻ്റെ പഴയ ഫ്ലാറ്റിലെ സാധനങ്ങൾ തിങ്സ് എല്ലാം പാക്ക് ചെയ്ത് ട്രക്കിൽ കയറ്റി വിടണം. ട്രക്ക് എത്തിയിട്ടുണ്ട് ഓൾറെഡി നാട്ടിൽ നിന്ന്. ട്രക്കിലെത്തി കയറ്റി വിടണം. അത്രയും കഴിഞ്ഞ് ഞങ്ങളെ ഇന്നത്തെ ഡ്യൂട്ടി, ഇന്നത്തെ ഡ്യൂട്ടി ഞങ്ങളിത് കഴിഞ്ഞു. പിന്നെ ബാക്കിയുള്ള കുറച്ച് കാര്യങ്ങൾ അവന് ചെറിയ പർച്ചേസ് കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോവാം. ഞങ്ങൾ ബുള്ളറ്റ് ഷോറൂമിൽ നിന്ന് ഇറങ്ങി ഇന്ദിരാനഗർ പോകുന്ന റൂട്ട് ഏതാണ്? CV രാമൻ നഗർ. CV രാമൻ നഗർ. രാമൻ നഗർ. ബാംഗ്ലൂർ മിക്ക സമയത്തും ഒരു വിധം ട്രാഫിക് ജാം ഉണ്ടാകുന്ന സ്ഥലമാണിത്. അതുവരെ നമുക്ക് പെട്ടെന്ന് സിഗ്നൽ ഓണായി, വലിയ ട്രാഫിക് ഇല്ല, തിരക്ക് വളരെ കുറവാണ്. പഴയ ബാംഗ്ലൂരിൻ്റെ കോവിഡിൻ്റെ മുന്നത്തെ ബാംഗ്ലൂരിനെ അപേക്ഷിച്ച് ഇപ്പോൾ വളരെ കുറവാണ്. ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ഓൾഡ് മദ്രാസ് റോഡാണ്. ഓൾഡ് മദ്രാസ് റോഡ്. ഇതിപ്പോൾ നമുക്കിവിടെ ഒരു മെട്രോ സ്റ്റേഷൻ ഉണ്ട്. എന്താണ് മെട്രോ സ്റ്റേഷൻ്റെ പേര്? ബണ്ണാർഘട്ട അല്ലത്, സ്വാമി വിവേകാനന്ദ മെട്രോ സ്റ്റേഷനാണിത്. ബണ്ണാർഘട്ട ലാസ്റ്റ് മെട്രോ സ്റ്റേഷൻ. ബാംഗ്ലൂർ മെട്രോ റൺ ചെയ്യാൻ തുടങ്ങിയിട്ടില്ല തോന്നുന്നു അല്ലേ? ഇല്ല, നമ്മുടെ കൊച്ചി മെട്രോ ഓൾറെഡി റൺ ചെയ്യാൻ തുടങ്ങി. ബാംഗ്ലൂർ മെട്രോ സ്റ്റേഷൻ ആയിട്ടില്ല. ധീരജിൻ്റെ അപ്പാർട്ട്മെൻറ്റിൻ്റെ താഴത്തെത്തി. അവിടെ ധീരജ് ഇവിടെ ഇല്ല, നാട്ടിലാണ്. അപ്പോൾ അവൻ്റെ അഡ്രസ്സിലായതുകൊണ്ട് അവിടുത്തെ സെക്യൂരിറ്റിൻ്റെ കയ്യിലാണുള്ളത്. കിട്ടിയാ? ഓക്കെ, സാധനം കിട്ടി. അപ്പോൾ നമ്മുടെ NOC കയ്യിലടിച്ച് ഓക്കെ അല്ലേ? ചെക്ക് ചെയ്തതാ, തിരിച്ചു പോലെ അങ്ങനെ NOC ഒക്കെ വാങ്ങിച്ചു. ഞങ്ങളിനി പോട്ടെ. ഇനി അടുത്ത പരിപാടി ബ്രേക്ക്ഫാസ്റ്റ് സ്നിട്ട് ചെയ്യാം. ഹിന്ദിയിലാ പറഞ്ഞത്. വൈറ്റ് കാറ് കൊരിയറെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഇനിയിപ്പോ ഞങ്ങള് ഒരു പോലീസ് വണ്ടി കിടക്കുന്നുണ്ട്. ഓൾറെഡി ഞങ്ങള് ഈ സാധനം വാങ്ങിച്ചപ്പോ അവിടുന്ന് അവര് 2 പ്രാവശ്യം ഞങ്ങൾ ലാസ്റ്റ് വണ്ടി നിർത്തിയിട്ടൊക്കെ ചോദിച്ചു. അവന് ഫിന്നിക്കൊരു നിർത്തിയിട്ടൊക്കെ ചോദിച്ചു, അല്ല നിങ്ങൾ ഇവിടെ എവിടേക്കാണ്, ഗസ്റ്റ് ആണോ, എങ്ങോട്ടാണ്, ആരാണെന്നൊക്കെ ചോദിച്ചു. പിന്നെ ഞങ്ങൾ വണ്ടി തിരിച്ചു പോയപ്പോഴും അവർ നിർത്തിയിട്ട് രണ്ടാമതും ചോദിച്ചു, അല്ല അത് എങ്ങനെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, നീ ID കാർഡൊന്ന് കാണിച്ചു കൊടുത്തേക്ക്. എല്ലാ സമയം പറഞ്ഞു. അവൻ ചോദിച്ചിട്ടോ, നിങ്ങൾ ഇവിടെ സ്റ്റേ ചെയ്തിട്ടുണ്ടോ, ധീരജിൻ്റെ അപ്പാർട്ട്മെൻറ്റ് സ്റ്റേ ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അതേന്ന് പറഞ്ഞു. അങ്ങനെ പോന്നു. വീഡിയോ പോയല്ലോ. അന്ന സിനിമയ്ക്ക് എടുത്തടാ, അന്ന സിനിമയ്ക്ക് എടുത്ത് താടി. ഇന്നിപ്പോ ഇനി ഞങ്ങള് അവന്റെ സാധനങ്ങളൊക്കെ കയറ്റി വിടണം. ട്രക്ക് ഓൾറെഡി വെയിറ്റിംഗ് ആണ്. ട്രക്ക് ഓൾറെഡി അവിടെ വെയിറ്റ് ചെയ്ത് അവര് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ഞങ്ങക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. പഴിച്ചിട്ട് വയ്യ, പള്ള തള്ളക്ക് വിളിക്കാൻ തുടങ്ങിയേക്കണ്. എവിടെ? ഏതാ? ഏതാടാ?
ഈ സമയത്ത് വായിൽ വെക്കാൻ പറ്റിയ ഹോട്ടൽ പറഞ്ഞോണ്ടോ. അതായത് നമ്മുടെ അപ്പാർട്ട്മെന്റിന് റൈറ്റ് പോയിട്ട് എന്താ പറയാ ഗോപാലൻ മോറില്ലേ? ആ അതെ, അതിന് ഗോപാലൻ മോളുടെ മുന്നിലാണ് ഞങ്ങള്. മോറിന്റെ അവിടുന്ന് റൈറ്റ് പോവാ. മോറിന്റെ അവിടുന്ന് റൈറ്റ് പോവാ. എന്നിട്ട് ഫിനിക്സ് മാളിന്റെ സൈഡിലേക്ക് അപ്പൊ ആ ഫ്ലൈ ഓവറിന്റെ താഴെ റൈറ്റ്. എടാ അത് ഒരു അറബിക് റെസ്റ്റോറന്റ് അല്ലേ നീ പറഞ്ഞത്? അതന്നെ സാറോ എങ്ങനെന്താണ്? ഞങ്ങളിപ്പം ഇന്ദ്രാനഗറിന് പോകുന്നു. ഇപ്പം മടിവാള പോയിക്കൊണ്ടിരിക്കുക. മടിവാള ഇപ്പോൾ ട്രാഫിക്കിലാണ്. മടിവാളിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അത് കഴിഞ്ഞ് അവൻ്റെ ട്രക്ക് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അവൻ്റെ സാധനങ്ങൾ കയറ്റി വിടണം. അത് കഴിഞ്ഞിട്ട് ബാക്കി പരിപാടി. ഞങ്ങളൊരു ചെറിയൊരു ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങിയ. ബ്രേക്ക്ഫാസ്റ്റ് കാര്യമായിട്ട് കഴിക്കാൻ പറ്റില്ല, കാരണം നമ്മൾ ട്രക്ക് ഓൾറെഡി എത്തിയിട്ടുണ്ട്. ഞങ്ങൾ അവിടുന്ന് വന്നപ്പോഴത്തേക്ക് ലേറ്റായി. അപ്പോൾ ചെറിയൊരു ചായ കഴിച്ച് ട്രക്കിലേക്ക് സാധനം കയറ്റി വിട്ട് ബാക്കി കാര്യങ്ങൾ. ഈറ്ററ്റ് കണ്ണൂർ. ഇവിടെ കയറല്ല നമുക്ക്. ഇവിടെ കാര്യമായിട്ട് ഉണ്ടോ അവിടെ? ഈറ്ററ്റ് കണ്ണൂർ അല്ലേ? അവിടെ കണ്ണൂർ. നിങ്ങളൊക്കെ കണ്ണൂരാ? അതെ, ഞാൻ കൊടുക്ക. ആ കൊടുക്ക. നിങ്ങളെങ്ങോട്ടാ പോണ്? കുഴപ്പമില്ലല്ലേ? എന്തൊക്കെയാ ഇവിടുത്തെ ഫുഡുകൾ? അല്ല ഫുഡുകൾ എന്തൊക്കെയുള്ളത്? ബിരിയാണി ഉണ്ട്, പിന്നെ അൽഫാം, ഗ്രില്ല്, ഷവർമ, പിന്നെ പൊറോട്ടയില് ഒരുപാട് ഐറ്റംസ് ഉണ്ട്. വെറൈറ്റി. പിന്നെ ബർഗർ, സാൻഡ്വിച്ച്, സമൂസ, പരിപ്പുവട, പഴംപൊരി. എനിക്ക് പഴംപൊരി. ഒരു പഴംപൊരി, ഒരു സമൂസ. എൻ്റെ ചായ വെച്ചിക്കണം. അല്ല, എനിക്ക് കട്ടണം. ബ്ലാക്ക് ടീ. എൻ്റെ ചായ കടി വേണ്ടേ? എനിക്കുള്ള ബ്ലാക്ക് ടീ. നിന്റെ പേരെന്താ? ഇംതിയാസ്. 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 നല്ല ബ്ലാക്ക് ടീ. എവിടെ ഞങ്ങൾ കടി? എവിടെ? ചാടി കഴിഞ്ഞു. നമ്മൾ ട്രക്ക് വന്നിട്ടുണ്ട്. ഇതാണ്ട് നമ്മളെ ട്രക്ക് KL65C4143. ഇതിലാണ് ഞങ്ങൾ ഇന്ന് സാധനം കയറ്റി നാട്ടിലേക്ക് വിടുന്നത്. പിന്നെ ഫ്ലാറ്റ് അവിടെയാണ് അവസാനം രണ്ടാമത്തെയാണ്. നമ്മുടെ ഇടയ്ക്ക് പറ്റുമോ? എന്താണ് എന്തൊക്കെയാ? എപ്പോൾ എത്തി? ഇന്നലെ എത്ര മണിക്ക് എത്തി? 3 മണിക്ക് എത്തിയില്ലേ? ഞങ്ങൾ റൂമിൻ്റെ കീയൊക്കെ എടുത്തിട്ട് റൂമിലേക്ക് കയറുകയാണ് കേട്ടോ. വലത്ത് ഭാഗത്തല്ല പറഞ്ഞു. അതിനോട് കയറിയിട്ട് ഫസ്റ്റ് റൂമല്ല പറഞ്ഞു. ഇനി കീയിട്ട് നോക്ക്, അതല്ലെങ്കിൽ അപ്പുറത്തിടാം. അല്ലെങ്കിൽ ആൾ ഇങ്ങോട്ട് വരുമല്ലോ. അല്ല, ഇട്ട് നോക്ക്, കീയിട്ട് നോക്ക്. എന്തോന്നടേ ശരിക്കും ഇടാതെ. പാമ്പ്, പഴുതാര, ലൈറ്റ് ഇട്. ഇതിന് ആദ്യം കയറിക്കോ.
ഇതിലാ ഏതൊക്കെ നിന്റെ സാധനങ്ങള്? ഏതൊക്കെ നിന്റെ സാധനങ്ങൾ എങ്ങനെ അറിയാം? ഇതൊരവസ്ഥയാണ്. ഏതൊക്കെയാണ് പിന്നീടത്, ഏതൊക്കെയാണ് മറ്റവൻ്റെ അറിയാത്തൊരവസ്ഥ. കറണ്ട് നമ്മൾ വിളിക്കേണ്ടി വരും ഇനി. അടിപൊളി. ഒരുപാട് സാധനങ്ങൾ ഫുള്ളെടുത്ത് പുറത്തേക്ക് കിട്ടും. ഈ സാധനം കംപ്ലീറ്റ് ഫിന്നിൻ്റെ ഫ്ലാറ്റിൽ നിന്ന് അവൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു റൂമിലേക്ക് മാറ്റിയതായിരുന്നു ആ കോവിഡ് കാലഘട്ടത്തിൽ, ആ ലോക്ക്ഡൗൺ സമയത്ത്. അത് ഫുള്ള് അവൻ്റെ ഫ്രണ്ടിൻ്റെ റൂമിൽ നിന്ന് ഇപ്പോൾ ഞങ്ങൾ തിരിച്ച് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്, നാട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇതെല്ലാം എടുത്ത് പുറത്തേക്ക് വെച്ചു. ഫ്രിഡ്ജ്, സകല സാധനങ്ങൾ, ഒരു വീട്ടിലത്തെ സകല സാധനങ്ങളുണ്ട്, എല്ലാം എടുത്ത് പുറത്തേക്ക് വെച്ചു. ഇനി ഇത് വണ്ടിയിലേക്ക് ലോഡ് ചെയ്യണം, ട്രക്ക് വിടണം, ബാക്കി കാര്യങ്ങൾ പിന്നെ. ആ കട്ടിലാദ്യം കയറ്റ, ഞങ്ങൾ സാധനം കയറ്റട്ടോ. ലോഡും വണ്ടി അതെ പോണി ഇത്ര നേരല്ലേ. എന്നാലും നമ്മളൊരു വിചാരിച്ചത്ര റിസ്ക് ഇല്ല കേട്ടോ, പെട്ടെന്ന് പരിപാടി. ഇന്നത്തെ പാക്കിംഗ് എല്ലാം കഴിഞ്ഞു. എനിക്ക് ചെറിയ രീതിയിൽ പർച്ചേസ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇപ്പോഴാണ് ഞങ്ങൾ ലഞ്ച് കഴിക്കുന്നത്. സമയം 6:48. ഇവിടുന്നാണ് ഞാൻ കഴിച്ചത്. നന്ദന പാലസ്. ഇനി ഞങ്ങൾ റൂമിൽ പോവാം. ക്ഷീണിതന. ഞങ്ങൾ ഹോട്ടലിലെത്തി തിരിച്ച്. കണ്ടോ കണ്ടിരിക്കും. ഈ ചങ്ങായി പർച്ചേസ് ചെയ്താട്ടോ, ഇതൊക്കെ വാങ്ങി കൂട്ടിയിരുന്നു. ഞങ്ങൾ വന്നപ്പോഴേക്ക് റൂമെല്ലാം ക്ലീൻ ചെയ്ത് എല്ലാം വൃത്തിയാക്കി സാനിറ്റൈസ് ചെയ്തു, ഫ്ലോഗൊക്കെ ചെയ്തു, ഷവറാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളെല്ലാം കഴിഞ്ഞു. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുന്നു. നമുക്ക് നാളത്തെ എപ്പിസോഡുമായിട്ട് വരുന്നവരെ സൈനിങ് ഓഫ്, ജംഷീദ് ചീനിക്കൽ ഫ്രം ജാം ടോക്സ്.